എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഓക്സിലിയം നവജ്യോതി ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നമംഗലം അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇറ്റലിയിലെ ബെക്കി എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഫ്രാൻസിസ് ബോസ്കോയുടെയും മാർഗരറ്റിൻ്റെയും മകനായിട്ടായിരുന്നു ജോണിൻ്റെ ജനനം. ജോണിൻ്റെ 2ാമത്തെ വയസ്സിൽ പിതാവ് മരണമടഞ്ഞു. മാർഗരറ്റ് കൂലിപ്പണിയും കൃഷിപ്പണിയും ചെയ്താണ് കുടുംബം നോക്കിയത്. മാർഗരറ്റ് മക്കളെ നന്മയിൽ വളർത്തി. ജോൺ സ്നേഹമുള്ളവനും നിഷ്കളങ്കനും പരോപകാരിയുമായി ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. നമ്മുടെ അമ്മമാർ പറയുന്നത് പോലെ മാർഗരറ്റും ജോണിനോട് പറഞ്ഞു, മോനെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടരുത്. ഇതിന് കുഞ്ഞു ജോണിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അമ്മേ, അവർക്ക് നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ടല്ലേ. ഇത് അമ്മയുടെ ചിന്തകൾക്ക് പോലും അപ്പുറമായിരുന്നു. പാപികളെ ഉപേക്ഷിക്കുന്നതിന് പകരം അവരെ നേടുകയാണ് വേണ്ടത് എന്ന് കുഞ്ഞു ജോൺ അന്നേ മനസ്സിലാക്കി. പഠിക്കാൻ മിടുക്കനായിരുന്ന ജോണിനെ അമ്മ കഷ്ടപ്പാട് സഹിച്ചും ഫ്രാൻസിസ് ബോസ്കോയുടെ മൂത്ത മകനായ ആന്റണിയുടെ എതിർപ്പുകൾ അവഗണിച്ചും അമ്മാവന്മാരുടെയും വൈദികരുടെയും സഹായത്തോടെയും പഠിപ്പിച്ചു. 9ാം വയസ്സ് മുതൽ കുഞ്ഞു ജോണിന് ദർശനങ്ങൾ ലഭിച്ചിരുന്നു. ദർശനത്തിൽ കുട്ടികളെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും കൂട്ടുകാരാക്കണമെന്ന ഈശോയുടെ വാക്കുകൾ, തൻ്റെ ആടുകളെ സംരക്ഷിക്കണമെന്ന മാതാവിൻ്റെ വാക്കുകൾ, ഇതെല്ലാം ഒരു വൈദികനാകണമെന്ന ആഗ്രഹം ജോണിൽ വേരുറപ്പിച്ചു. അങ്ങനെ 1841 ജൂൺ 5 ജോൺ വൈദികനായി. ഡോൺ ബോസ്കോ: തീക്ഷ്ണതയില്ലാത്ത വൈദികനാകുന്നതിനേക്കാൾ നീ ഒരു പാവപ്പെട്ട കൃഷിക്കാരനാകുന്നതിൽ ഞാൻ അഭിമാനിക്കും എന്ന അമ്മയുടെ വാക്കുകൾ ഒരിക്കലും മറക്കാതെ ഡോൺ ബോസ്കോ ഹൃദയത്തിൽ സൂക്ഷിച്ചു. തീക്ഷ്ണതയാൽ ജ്വലിച്ചു പ്രവർത്തിച്ചു. ഡോൺ ബോസ്കോ കുട്ടികളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ കൂടെ സമയം ചിലവഴിക്കുകയും ചെയ്തു. അനാഥ കുട്ടികൾക്കായി ഡോൺ ബോസ്കോ ഒരു ഒറേറ്ററി തുടങ്ങി. മാർഗരറ്റ് ആ കുട്ടികൾക്ക് മമ്മ മാർഗരറ്റായി. മരണം വരെ അവർക്കു വേണ്ടി ജീവിച്ച് വിശുദ്ധയായി. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഈ ഒറേറ്ററിയിലെ ഒരംഗമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ വികാരി എന്ന് ഡോൺ ബോസ്കോ അറിയപ്പെട്ടു. കുട്ടികളുടെ ആത്മരക്ഷ മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന ഡോൺ ബോസ്കോ അവർക്കു വേണ്ടി ജീവിതം അർപ്പിക്കുവാൻ വൈദികർക്കായും സിസ്റ്റേഴ്സിനായും സലേഷ്യൻ സന്യസ്ത സഭകൾ സ്ഥാപിച്ചു. ഡോൺ ബോസ്കോയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം മൈതാനം, പിന്നെ കെട്ടിടം എന്ന ആശയത്തോടെ സലേഷ്യൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഈ ഓക്സിലിയം നവജ്യോതി സ്കൂൾ എന്നത് ഞാനിവിടെ എടുത്തു പറയട്ടെ. ദൈവത്തിനായി ആത്മാക്കളെ സമ്പാദിക്കുക എന്ന തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കി നമ്മെയെല്ലാം സ്വർഗത്തിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് 1888 ജാനുവരി 31 ഡോൺ ബോസ്കോ ഈ ലോകത്തോട് വിട വാങ്ങി. 1934 ഏപ്രിൽ 1 11ാം പിയൂസ് മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡോൺ ബോസ്കോ പുണ്യവാനായി അറിയപ്പെട്ടു.
പുണ്യത്തിൽ വളർന്ന് പുണ്യം വിതച്ച് പുണ്യം കൊയ്തെടുത്ത വിശുദ്ധൻ, യുവജനങ്ങളുടെ മധ്യസ്ഥൻ, കുട്ടികളുടെ കൂട്ടുകാരൻ, ചീത്തവാക്കുകൾ പറയാതിരുന്നാൽ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആത്മാക്കളെ നേടിയവൻ, സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് അറിവ് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചവൻ, അക്ഷരം ആയുധമാക്കിയവൻ, എന്നെന്നും ജീവിക്കാനുള്ളവരെന്ന മട്ടിൽ ജോലി ചെയ്യാനും ഇന്ന് മരിക്കുമെന്ന മട്ടിൽ ജീവിക്കാനും ആഹ്വാനം ചെയ്തവൻ, വിശ്രമം സ്വർഗത്തിലെത്തിയിട്ട് എന്ന് പറഞ്ഞ് അധ്വാനിച്ചവൻ, ഇഷ്ടം പോലെ കളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത് എന്ന് കുട്ടികളെ ഉപദേശിച്ചവൻ, തെറ്റിനൊരു കുറ്റപ്പെടുത്തൽ നന്മയ്ക്കൊരു പ്രശംസ എന്ന് പഠിപ്പിച്ചവൻ, തടവു കുട്ടികളെ ഒറ്റയ്ക്ക് ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകുവാൻ ധൈര്യം കാണിച്ചവൻ, മരണം പ്രവചിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗം സുഖപ്പെടുത്തി ആരോഗ്യത്തിന് മാലാഖ എന്നറിയപ്പെട്ട അത്ഭുത പ്രവർത്തകൻ, 12 മണിക്കൂറോളം തുടർച്ചയായി കുമ്പസാരിപ്പിച്ച് ക്ഷീണിതനായി കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ വൈദികൻ, കുറച്ച് തിരുവോസ്തി കൊണ്ട് 650ഓളം കുട്ടികൾക്ക് നൽകിയപ്പോൾ ഓസ്തി ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നതിലും വലിയ അത്ഭുതമല്ലിത് എന്ന് പ്രഖ്യാപിച്ചവൻ, ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിലും വധശ്രമങ്ങളിലും പെട്ടപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് ഗ്രിജിയോ എന്ന പട്ടിയുടെ സഹായം ലഭിച്ചവൻ, എന്തിനേറെ പറയുന്നു, നല്ല വൈദികനും നല്ല സംഘാടകനും നല്ല അധ്യാപകനും നല്ല രക്ഷാകർത്താവും നല്ല സ്നേഹിതനുമായിരുന്ന ആധുനിക ലോകത്തെ വിശുദ്ധൻ വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോ നമുക്കെന്നും മാതൃകയും തുണയുമാകട്ടെ. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നന്ദി. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, ആ ഭക്തി പ്രഭാവത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ ഭക്തി പുരസ്കാരം കാഴ്ചവെക്കുന്ന ചടുല നൃത്ത ചുവടുകൾ. Jumping up and down when you're spinning round and round. God's seeing everything you do, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. When you're waving your hands up in the air, when you're shouting, no matter when or where, God's seeing everything you do, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. നമ്മുടെ കൺമുമ്പിൽ വളർന്ന് ഫലം ചൂടി നിൽക്കുന്ന ഓരോ ഫലത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചോ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീർന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ നാം ചിന്തിക്കാറില്ല. ജനനത്തിൽ നിന്നും മരണത്തിലേക്കല്ല, പ്രത്യുത മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു വരുന്ന ഓരോ വിത്തിൻ്റെയും വേദന. അതേ പ്രിയപ്പെട്ടവരെ, അഴുക്കിലും ചെളിയിലും അജ്ഞാതവാസം കഴിച്ച് മണ്ണിനോടലിഞ്ഞ് സ്വയം ഇല്ലാതായി ഫലം ചൂടുന്ന ഓരോ വിത്തിനും നമ്മോട് പറയാൻ പലതുമുണ്ട്. ഉപഗ്രഹങ്ങളിലേക്ക് ഉത്സാഹപൂർവ്വം നാം കുതിച്ചുയരുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസമേകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അനാഥരും ദരിദ്രരും രോഗികളും പാവപ്പെട്ടവരും എന്തിനധികം ഒരു ചെറുപുഞ്ചിരിക്കായി ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റും ദാഹാർദ്രരായി നിൽക്കുമ്പോൾ ഈ വിത്തിനെ പോലെ അഴിഞ്ഞില്ലാതാകുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന അഴിയലിൻ്റെ മാതൃക
എവിടെ തുടങ്ങും എന്ന് നാം ചിന്തിക്കണം. സ്വാർത്ഥത്തെ അന്വേഷിക്കാത്ത, വിദ്വേഷം വെച്ചു പുലർത്താത്ത, സകലതും സഹിക്കുന്ന, സകലതും ക്ഷമിക്കുന്ന, സർവത്തെയും അതിജീവിക്കുന്ന, സ്വയം അഴിഞ്ഞില്ലാതാകുന്ന ഈ വിത്തിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പുനഃക്രമീകരണങ്ങൾ നടത്താം. അങ്ങനെ ക്രിസ്തുവചനം നമ്മിൽ ഫലം ചൂടാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നൃത്തത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. The seed, so small, lifted in the hand of the sower, into the earth it fearfully falls. Darkness covers the seed. Silence surrounds it. No, no. Please don't isolate me. Please let me not die. The terror of the heart huddles together, trying desperately not to surrender. Oh, sir, why was I planted? Why am I here? Take me out to the light. What glorious days I had.
so goldish in color and shining on top of the plant. Yes, really on top of the world I was. ಸಾನಿ ನಮಗ ಗಮದನೆ ಸಾನಿ ನಮಗ ಗಮಗ ಮಗ ಮಗ ಧನಿ ಧನಿ ಸಗಮ Take me out from this dirty, dark mud. Days passed. The long days became longer. The seed, it weakens. It can no longer fight. Quietly, a sense of penetrating warmth surrounds the seed and blesses its pain. Let go, 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 let go. Is the seed forgetting its fear and pain? Let go, 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 let go. What's that? The husk that was holding the seed is broken? Oh, what an agony for the seed. Is that the end? Help me! I am dying! It is losing itself. But deep inside the seed, it senses a soothing power. Yes, an inner joy. Let go, 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 let go. Ah, behold color, a tiny glimpse of green. How could that be? The seed marvels at it. Was there such deep green inside me? Yes, the seed is becoming less of a seed, becomes one with the small stem of life. The pain is lost in surprise. Something wonderful
is growing and growing day by day. Nadira, 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 sariga, sariga, rigama, rigama, maga maga rigari sarisa nirisa nirisa. Maga maga rigari sarisa nirisa sa 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 nirisa. Gatti dari sanida gari sanida gari sanida gari sanida gatti sanida gari sanida ri sanida ba sanida ba ri sanida ni dani ri sanida ni ri sanida ni ri sanida ma ri sanida ma ri sanida ba sanida ba sanida ba ri ga ma da ba sanida ga ma sanida ga ma sanida ga ri sanida ri da gari sanida ri sanida ba ba ga ma sanida. From this tender shoot comes a soft song of thanks to the sower. O sower of seeds, did you always see this gift of green that was hiding in me? The husk has been broken. All praise to you for helping me open. Accept now my praise, my thankfulness too, for the seed you have sown and the gift that you grew. May you lead me to others who await your good word, so the seeds within them can awake and be heard. Tom tom tadara tadara tani dirdim tom tadara tani tadara tani dom tom tadara tadara tani dirdim tom tadara tani tadara tani dom tadara tani dom. Dirdim tom dirdim tana dirana dadara tani dirdim tana dirana. Dirdim tom dirdim tana dirana dadara tani dirdim tana dirana dadani budani dani dittilana dina dadam tarida dadanu dagadadi kidadam. Tam takida mabada bamada janu sari gama bada janu dagama bada bajam tapa pari dari gavari dari dani bajam tadani dari dagamari dari bidagam. Tom tom tadara tadara tani dirdim tom tadara tani tadara tani dom tom tadara tadara tani dirdim tom tadara tani tadara tani dom tadara tani dom tadara tani dom tadara tani dom.
ഇന്നത്തെ സർഗോത്സവം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ കീപ് വാച്ചിങ്.